وسلم دائما أبدا للخلق كلهم. വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്. വഹി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്. അതൊന്നുകിൽ നബിമാരുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നൽകുന്നതാകാം, അല്ലെങ്കിൽ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നൽകുന്നതാകാം. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകന്മാർക്ക് അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാ വിധേനയുമുള്ള വഹയുകൾ വന്നതിന്റെ നിവേദനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, ചിലപ്പോൾ ഒരു മണിനാദം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശം സ്വീകരിക്കുന്നുണ്ടാകും. നല്ല തണുത്ത നാളുകളിലാണെങ്കിലും അവിടുത്തെ നെറ്റിത്തടം വീർത്തൊലിക്കുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോൾ അല്ലാഹു തആല ഏതൊരു സന്ദേശമാണ് നൽകിയത് എന്ന് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കും. ചിലപ്പോൾ മലക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കും. അത് തങ്ങൾ കേട്ടുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ തങ്ങൾ ഞങ്ങളോട് പറയും, ഈ വന്നത് ജിബ്രീലായിരുന്നു എന്ന്. അവിടുന്ന് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. അതല്ലേ സ്വഹീഹായ ഹദീസിലൂടെ കാണാം, ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലാണ്. ഇത് ത്വല അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശഅരി ഫലാ യുറാ അലൈഹി അസറു സഫരി. ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലാണ്. ഒരാൾ അവിടേക്ക് കടന്നു വന്നു. നല്ല കറുത്ത മുടിയുള്ള ഒരാൾ, വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. അയാളിൽ യാതൊരു യാത്രാ ലക്ഷണങ്ങളും കാണുന്നില്ല. ഫലാ യഅരിഫു മിന്നാ അഹദുൻ, ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വദേശിയാകാനുള്ള ന്യായമില്ല. വലാ യുറാ അലൈഹി അസറു സഫരി, അയാളിൽ യാത്രയുടെ യാതൊരു ലക്ഷണവുമില്ല. അതുകൊണ്ട് അയാൾ വിദേശിയാകാനും തരമില്ല. അങ്ങനെയുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. വസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽമുട്ടുകൾക്ക് അഭിമുഖമായി വന്നയാളുടെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് നബിയേ? ചോദ്യത്തിന് നേരെ അർത്ഥം ഈമാൻ എന്താണ് എന്നാണെങ്കിലും ഉത്തരത്തിൽ നിന്ന് മനസ്സിലായി ചോദ്യത്തിന്റെ താല്പര്യം ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ ചോദിച്ചു. അതാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. മൽ ഇസ്ലാമു, ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും വിശദീകരിച്ചു. പിന്നീട് ചോദിച്ചു, അല്ല മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അവിടുത്തെ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു തആല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിൽ. ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയുന്ന ആഭ്യന്തര വിഷയമാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകി.
അപ്പോൾ ചോദിച്ചു, അല്ല, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അടയാളങ്ങൾ വിശദീകരിച്ചു. അൻ തലിദൽ അമതു റബ്ബതഹാ വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ തുടങ്ങിയുള്ള ലക്ഷണങ്ങൾ. അഥവാ അടിമ ഉടമയെ പ്രസവിക്കലാണ്, കാര്യങ്ങൾ തലകീഴായി വരലാണ്, നഗ്നപാതരും ദരിദ്രരുമായ ആളുകൾ ദൈർഘ്യമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കലാണ്. അങ്ങനെ തുടങ്ങിയുള്ള ചില ലക്ഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തു. ചോദിച്ചയാൾ മടങ്ങിപ്പോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്കറിയുമോ ഇതാരാണ് ഈ വന്നുപോയതെന്നറിയുമോ? ഉടനെ മഹാന്മാരായ സ്വഹാബത്ത് ആരാണുള്ളത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാരുണ്ടവിടെ. അവര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ മലക്കാണ്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, എങ്ങനെയാണ് ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ദീനിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരാകത്തുകയാണ്, ഒരു സമീക്ഷയാണ്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും കൂടിയതാണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന് മനസ്സിലായി വന്നയാൾ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു എന്ന്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വഹ്യ് കൊണ്ടുവന്നു. മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നു, മലക്കിൻ്റെതായ രൂപത്തിൽ വന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തനതായ രൂപത്തിൽ വന്നു, വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ വന്നു. ഇങ്ങനെയെല്ലാം അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ദിവ്യ ദർശനങ്ങളാണ്, സന്ദേശങ്ങളാണ് വഹ്യ്. ആ വഹ്യ് സ്വീകരിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അറിയണേ. ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ, അത് സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു വ്യക്തിയായി വായിക്കപ്പെടേണ്ട ആളല്ല. നമ്മുടെ കണ്ണുറങ്ങിയാൽ കൽബും ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണേ ഉറങ്ങൂ, കൽബുറങ്ങുകയില്ല. കൽബ് എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എപ്പോഴും വരാം. ആ സന്ദേശം സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണ്. അലം നശ്റഹ് ലക സദ്റക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു അത്രയും വിശാലമാക്കി. ഒരിക്കലും ഉറങ്ങാത്ത ഹൃദയത്തിന്റെ ഉടമയാണ് സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അവിടുത്തെ പ്രേമപാത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വ്യക്തിവിശേഷം എത്ര അത്യുജ്വലമാണ്, അവിടുന്ന് എത്ര മനോഹരമായ വ്യക്തിവികാസത്തിന്റെ ഉടമയാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് സ്നേഹപാത്രത്തിന്റെ സ്ഥാനം അങ്ങ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തോട് മഹാനവറുകൾ നൽകുന്ന ഒരു മറുപടിയാണ് അടുത്തേത്. ഈ ഓരോ വരികൾക്കും ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ പറയാനുണ്ട്. പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, തബാറകല്ലാഹുമാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമി. അല്ലാഹു എത്ര അത്യുന്നതനാണ്. മാ വഹയും ബിമുക്തസബി,
ഒരു പ്രവാചകന്റെ വഹയും പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. ഞാനൊരു നബിയാകാൻ പരിശ്രമിച്ചോട്ടെ, വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് ആരാധന കൊണ്ടോ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല. അല്ലാഹു തആല തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം നിയോഗിക്കുന്നവരാണ് പ്രവാചകന്മാർ. അല്ലാതെ ഒരാൾക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. ഹിറാ ഗുഹയിൽ പോയി 6-ാം നൂറ്റാണ്ടിലെ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരം തേടിയിരുന്നപ്പോൾ കിട്ടിയ വെളിച്ചമല്ല, അല്ലാഹു അങ്ങോട്ടയച്ച് കാത്തിരുത്തി കൊണ്ടുവന്ന നിധിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം വാദിച്ചത് കേവലമായ ഒരു അവകാശവാദമായിരുന്നു നേതാവാകാൻ വേണ്ടി എന്ന് ചില വിമർശകന്മാര് സോഷ്യൽ മീഡിയയിൽ നാസ്തികരുടെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവരോട് ചോദിക്കാനുള്ളത്, പ്രവാചകർക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് വാദിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയായിരുന്നു? അധികാരം നേടാൻ വേണ്ടിയായിരുന്നോ? അധികാരം കൊടുക്കാൻ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. നല്ല വിവാഹം കിട്ടാൻ വേണ്ടിയായിരുന്നോ? അത് കൊടുക്കാൻ ആദ്യമേ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. സമ്പത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നോ? അത് കൊടുക്കാൻ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി വന്നില്ല. എന്നു മാത്രമല്ല, പ്രവാചകത്വ പ്രഖ്യാപനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നേടിയെടുത്തു. അല്ലെങ്കിൽ ലോകം മുഴുവനും അറിഞ്ഞ് ലക്ഷത്തിൽ പരം വരുന്ന അനുയായികളോടൊപ്പം ജീവിക്കുമ്പോൾ ഒരു കൊട്ടാരമെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചിട്ടില്ല. കൊട്ടാരത്തിൽ വസിച്ചിട്ടില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ വീടിന്റെ വലിപ്പം 40 സ്ക്വയർ മീറ്റർ ഉള്ളൊരു വീട്ടിലാണ് താമസിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ ആളുകളെ മുഴുവനും കീഴിൽ കൊണ്ടുവന്നിട്ട് വിലസി ജീവിക്കാൻ വേണ്ടിയായിരുന്നു പ്രവാചകർ അങ്ങനെ ചെയ്തതെങ്കിൽ, അവസാനത്തെ വർഷങ്ങളിലെങ്കിലും അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജീവിക്കണ്ടേ? ഒരിക്കൽ പോലും കൊട്ടാരത്തിൽ ജീവിച്ചിട്ടില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. സുഭിക്ഷമായ സാഹചര്യത്തിൽ ജീവിക്കണ്ടേ പ്രവാചകർ? 3 ദിവസം അടുപ്പിച്ചവിടുത്ത അടുപ്പ് പുകഞ്ഞിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കും എന്റെ ബിലാലിനും വിശപ്പടക്കാനുള്ള ഭക്ഷണം, 1 മാസത്തേക്കുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പൊതിയായിരുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആടയാഭരണങ്ങളോടെ ആഢ്യത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വ പ്രഖ്യാപനവുമായി വന്നത് എന്ന് ലോകത്തിന്റെ സമക്ഷത്തിൽ തെളിയിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൻഗാമികളായ മക്കൾക്ക് വേണ്ടി ഒരു കൊട്ടാരമുണ്ടാക്കി വെക്കാനാണോ പ്രവാചകർ തീരുമാനിച്ചത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പ്രഖ്യാപിച്ചു, എനിക്ക് വല്ല സ്വത്തുമുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്കുള്ളതല്ല, പൊതു ഖജനാവിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയല്ല, കൊട്ടാരത്തിൽ വസിക്കാൻ വേണ്ടിയല്ല, ആഢ്യത്വം നടിച്ചുകൊണ്ട് മെയിനാകാൻ വേണ്ടിയല്ല, ലളിതമായ ജീവിതം നയിച്ച് പാതിരാവിന്റെ പഴുതിൽ ഉണർന്നിരുന്ന് കരയുകയാണ്. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കരഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെല്ലാം വാദങ്ങൾ ആധുനിക ലോകത്തെ പ്രവാചകത്വ വിരുദ്ധർ ഉന്നയിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം മറുപടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണെന്ന് വാദിച്ചത് ഒന്നുകിൽ 100% സത്യം. സാധാരണ യുക്തി കൊണ്ട് ആലോചിച്ചാൽ
ഒരു സത്യമാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, കള്ളമാണ് പറഞ്ഞത് എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇത്രയും 1400 1.5 സഹസ്രാബ്ദത്തോളം കാലമായി വസ്തുതാപരമായി അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. 40 കൊല്ലം സത്യം മാത്രം പറഞ്ഞ പ്രവാചകൻ 40 വയസ്സിനു ശേഷം കളവ് മാത്രം പറഞ്ഞു എന്നത് ലോകത്ത് ഏത് ന്യായത്തിന് യോജിക്കുന്നതാണ്? 40 വയസ്സുവരെ ഒരു ജനതയിൽ സത്യം മാത്രം പറഞ്ഞു എന്ന് അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തി അത് കഴിഞ്ഞ് കളവ് മാത്രം പറഞ്ഞു എന്നാണ് ഇന്നത്തെ പ്രവാചകത്വ നിഷേധികൾ വാദിക്കുന്നതെങ്കിൽ എന്ത് ന്യായമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്? ഇങ്ങനെ കാര്യകാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പഠിച്ചു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നറിയുമ്പോൾ തുല്യതയില്ലാത്ത മാതൃകയുടെ ഉടമയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രഖ്യാപനമാണ്. വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ, ഒരു പ്രവാചകനും അവര് പറയുന്ന അദൃശ്യ കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 മാജിക് കാണിച്ചു പോയ ആളല്ല. കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നകും സതഫ്തഹൂന മിസ്റ വഹിയ അർളുൻ യുസമ്മാ ഫീഹൽ ഖിറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈജിപ്ത് ജയിച്ചടക്കും. ആ നാട് നാണയത്തെക്കുറിച്ച്, സ്വർണത്തെക്കുറിച്ച്, വ്യാപകമായി ദീനാറുകളെക്കുറിച്ച് വർത്തമാനം പറയപ്പെടുന്ന നാടാണ്. ഫൈദാ ഫതഹ്തുമൂഹാ, നിങ്ങൾ ആ നാട് ജയിച്ചടക്കിയാൽ ഫഹ്സിനു ഇലാ അഹ്ലിഹാ, ആ നാട്ടുകാരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണേ. ഫഇന്ന ലഹും ദിമ്മതൻ വറഹിമാ, നിങ്ങൾക്ക് ആ നാട്ടുകാരോട് കടമകളും കടപ്പാടുകളും കുടുംബബന്ധവും ഉള്ളവരാണ്. ഔ ഖാല ദിമ്മതൻ വസിഹ്റാ, നിങ്ങൾക്ക് ആ നാട്ടുകാരോട് കടപ്പാടുകളും വിവാഹബന്ധവും ഉള്ളവരാണ്. കാരണം അത് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയുടെ നാടാണ്. അതുപോലെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈജിപ്ത് ജയിച്ചടക്കും. ആ ഈജിപ്ത് നാടിൽ ഖിറാത്ത് അഥവാ ദീനാറിനെ കുറിച്ച് വലിയ വർത്തമാനമുള്ള നാടാണ്. അവിടെ നിങ്ങൾക്ക് വിവാഹബന്ധമുണ്ട്, അവിടെ നിങ്ങൾക്ക് കുടുംബബന്ധമുണ്ട്. ആ നാട് നിങ്ങൾ ജയിച്ചടക്കാൻ പോവുകയാണ്. ഫഇദാ റഅയ്ത, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പരാമർശമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫഇദാ റഅയ്ത റജുലൈനി യഖ്തസിമാനി ഫീഹാ ഫീ മൗളിഇ ലബ്നത്തിൻ, ഒരിഷ്ടികയുടെ തലത്തിന്റെ പേരിൽ 2 പേര് തർക്കിക്കുന്നത് കണ്ടാൽ, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈജിപ്ത് കീഴടക്കിയാൽ നിങ്ങൾ നാളെ ഈജിപ്ത് ജയിച്ചടക്കും. ആ ജയിച്ചടക്കുന്ന നേരത്ത് നിങ്ങൾ ആ നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, അതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഒരു ഇഷ്ടിക വെക്കുന്ന കാര്യത്തിൽ 2 പേര് തർക്കിക്കുന്നത് കണ്ടാൽ ഫഖുർജ് മിൻഹാ, അവിടുന്ന് പുറത്തു പോയിക്കൊള്ളണം. അബൂദർറെ, അവിടുന്ന് പുറത്തു പോയിക്കൊള്ളണം. അബൂദർറെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ശർഹബീൽ ഇബ്നു ഹസന, അബ്ദുറഹ്മാൻ ശർഹബീൽ ഇബ്നു ഹസന എന്ന സ്വഹാബിയുടെ മകനായ അബ്ദുറഹ്മാനും
വഖാഹു അദ്ദേഹത്തിന്റെ സഹോദരനായ റബീഅയും യഖ്തസിമാനി ഫീ മൗളിഇ ലബ്നത്തിൻ ഒരിഷ്ടിക വെക്കുന്ന വിഷയത്തിൽ തർക്കിക്കുന്നത് പിന്നീട് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടു. ഫഖറജ്തു മിൻഹാ ഞാൻ അവിടെ നിന്ന് പോന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോ ഹിജ്റ 20-ാം വർഷത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു, അല്ലയോ പ്രിയമുള്ള അബൂദർറെ, ഈജിപ്ത് ജയിച്ചടക്കും നിങ്ങൾ, അന്ന് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇതെല്ലാം വിശദമായി പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഇഷ്ടികയുടെ വിഷയത്തിൽ രണ്ടുപേര് തർക്കിക്കുന്നത് കണ്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. 10 കൊല്ലം അബൂദർ ഗിഫാരി തങ്ങൾ ഈ പ്രവചനം മനസ്സിൽ ഓർത്തു വെച്ച് കാത്തിരുന്നു. ഈജിപ്ത് ജയിച്ചടക്കി. രണ്ടുപേര് തമ്മിലുണ്ടായ തർക്കം കറക്റ്റ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ അതങ്ങ് സംഭവിച്ചപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈജിപ്ത് വിടുകയാണ്. വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ, ഒരു പ്രവാചകരും അവരുടെ അദൃശ്യകാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരല്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഫീ ഹാദൽ ഹദീസ് മുഅ്ജിസാത്തുൻ ളാഹിറത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതിൽ വ്യക്തമായ മുഅ്ജിസത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുണ്ട്. മിൻഹാ ഇഖ്ബാറുഹു ബി അന്നൽ ഉമ്മത തകൂനു ലഹും ഖുവ്വ, ഈ സമൂഹത്തിന് വലിയ ശക്തിയും സ്വാധീനവും കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ ജയിച്ചടക്കുമെന്നും പറഞ്ഞില്ലേ? വമിൻഹാ തനാസുഉർ റജുലൈനി ഫീ മൗളിഇൽ ലബ്നതി, ഇതിൽ 2 പുരുഷന്മാർ 2 വ്യക്തികൾ ഒരു ഇഷ്ടികയുടെ വിഷയത്തിൽ തർക്കിക്കുമെന്നും പറഞ്ഞില്ലേ? വവഖഅ കുല്ലു ദാലിക, ഇതെല്ലാം സംഭവിച്ചു. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനു സ്തുതി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ എഴുതുകയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും കൃത്യമായി പുലരുകയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ 100 കണക്കിന് ഉദാഹരണങ്ങൾ എണ്ണി പറയാനുണ്ട്. കേവലം ഒരു പ്രവാചകത്വവാദവും നടത്തി അങ്ങ് പോയതല്ല. അന്നും ഇന്നും എന്നുമുള്ള ജനതയുടെ ഹൃദയത്തിൽ അത് അടയാളപ്പെടുത്തി ആവശ്യമായ പ്രമാണങ്ങൾ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എത്രമാത്രം ഹബീബായ തങ്ങളുടെ പ്രസ്താവനയെ ഉൾക്കൊണ്ടു എന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എങ്ങനെയാണ് അവിടുത്തെ പ്രസ്താവനകളെ ഏറ്റെടുത്തത്, അവിടുത്തെ പരാമർശങ്ങളെ എങ്ങനെയാണ് അവരെ കാതോർത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇലാഹി വാണിയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളാണ് ലോകത്തോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വഹാബത്തിന് എത്രമേൽ ബോധ്യമായി എന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയുമോ? അർശ് പർ ജിസ്കി കമാനി ചൽ ഗയി സദഖ ഇസ് ബാസു പെ ഖുവത്ത് കീജിയേ नीमो तैबा के भूलों पर हो आंख बुलबुलो पासे नजाकत कीजिए सर से गिरता है अभी बारे गुना हम जरा फर्क़े इरादत कीजिए सर से गिरता है अभी ബാറേ ഗുനാ, പാപങ്ങളുടെ ഭാണ്ഡങ്ങൾ മുഴുവനും ശിരസിൽ നിന്ന് അടർന്നു വീഴുന്നു. ഹംദറാ ഫർഖേ ഇറാദത്ത് കീജിയേ,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് പാപമോചനത്തിനു വേണ്ടി ചെല്ലുമ്പോ മുഴുവൻ അരുതായ്മകളും അടർന്നു പോകുന്ന പവിത്രതയുടെ പര്യായമേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നാര കീജിയേ യാ റസൂലല്ലാഹ് കേ യാ റസൂലല്ലാഹ് കാ മുഫ്ലിസോ സാമാൻ ദൗലത്ത് കീജിയേ. എല്ലാം നഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ആശ്വാസത്തിന് വേണ്ടി ആശ്രയത്തിന് വേണ്ടി വിളിക്കാനുള്ള കേന്ദ്രമല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ തങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? കേവലമായ ഒരു അന്ധവിശ്വാസമായിരുന്നു അല്ല, അവരുടെ ജീവിതത്തിൽ മുഴുവനും അടയാളപ്പെട്ട് കിടന്ന മുഴുവൻ നന്മകളുടെയും പ്രതീക്ഷകളുടെയും വിശ്വാസദാർഢ്യതയുടെയും പര്യായമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതിനുള്ള ഒരു ഉദാഹരണമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബിയുടെ മകൻ അബ്ദുല്ലാഹ് എന്ന സ്വഹാബി പുത്രൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രായമേറെയായപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഉപ്പാനെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകുന്ന ആളാണ്. ആ മഹാനായ മകൻ ഉപ്പയെക്കുറിച്ച് പറയുന്നു, സമിഅതു കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഹീന തഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വതി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് മുന്നേറ്റത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ കൂടെ പോകേണ്ട ആളായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തു, എല്ലാവരും വരാൻ, ഞാനും പോകേണ്ട ആളാണ്, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്റെ കയ്യിൽ നല്ല വേഗതയിൽ പോകാൻ പറ്റുന്ന കുതിരയുണ്ട്, മതിയായ വസ്ത്രമുണ്ട്, നാളെ പോകാമെന്നു കരുതി, അടുത്ത ദിവസം പോകാമെന്നു കരുതി. അങ്ങനെ കാത്തിരുന്ന ദിവസങ്ങൾ അങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും സ്വഹാബികളും അതാ തബൂക്കിലേക്ക് പോകുമ്പോൾ വളരെ പ്രയാസമുള്ള യാത്രയാണത്, ദുർഘടമായ യാത്രയുള്ള പോരാട്ട യാത്രയാണത്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും സ്വഹാബികളും പോയപ്പോൾ അതാ മഹാന്മാരായ സ്വഹാബികളിൽ നിന്ന് ചില ആളുകൾക്ക് പോകാനായില്ല. ഞാൻ അങ്ങനെ അതിൽ പെട്ടുപോയി. അന്ന് പ്രത്യേകിച്ച് രജിസ്റ്റർ ഒന്നുമില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യജ്ഞാനം കൊണ്ടറിയാം ആരൊക്കെ കൂടെയുണ്ട്, ആരൊക്കെ വന്നില്ല, എല്ലാം അറിയും. ഞാൻ തർക്കിച്ച് നിന്നുപോയി. നാളെ പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ട് കുറച്ചങ്ങ് ദിവസവുമായി. ഫതഫിഖ്തു ഇദാ ഖറജ്തു ഫിന്നാസ് ബഅദ ഖുറൂജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ അതൊരു ഉചിതമായ രീതിയല്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ മെല്ലെ ഒന്ന് മടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലെത്തുന്നതുവരെ എന്നെ കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. തബൂക്കിലെത്തിയപ്പോൾ ചോദിച്ചു, മാ ഫഅല കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് എവിടെ? കാണാനില്ലല്ലോ. ഫഖാല റജുലുൻ മിൻ ബനീ സലമ, ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹു വന്നളറു ഫീ ഇത്ഫൈഹി. അയാൾക്ക് നല്ല വസ്ത്രവും സൗകര്യവും ഒക്കെ ആയപ്പോ അയാൾക്കൊരു അഹംഭാവം വന്നു പോയത് കൊണ്ട് വരാത്തതാണ്.
അന്ന് 2 വസ്ത്രം ഒരുമിച്ചുള്ള ആളുകൾ ഇല്ല. അത്രയും പാവപ്പെട്ട സ്വഹാബികളുള്ള കാലമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലുസ് സുഫയിലെ 70 പേരെ എനിക്കറിയാം. അവർക്ക് ഓരോ അരമുണ്ട് മാത്രമേ ഉള്ളൂ, മേൽമുണ്ടില്ല. ആ വസ്ത്രം അവര് ഉയർത്തിയിട്ട് കഴുത്തിന്റെ 2 സൈഡിലും കൂടി കൂട്ടിയിട്ട് ബാക്കിലൊന്ന് കെട്ടലാണ്. അങ്ങനെയുള്ള 70 പേരെ അഹ്ലുസ് സുഫയിൽ നിന്നറിയാമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അത്രയും ദാരിദ്ര്യത്തിന്റെ കയത്തിലാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഇബ്നു മാലിക് തങ്ങളെ അന്വേഷിച്ചപ്പോൾ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഹബസഹു ബുർദാഹു, അയാൾക്ക് ഇപ്പൊ ആവശ്യത്തിന് വസ്ത്രമൊക്കെ ഉണ്ട്, നോക്കിയപ്പോ തരക്കേടില്ല എന്ന് തോന്നി, അതുകൊണ്ട് വരാത്തതാണ്. ഇവിടെ ചില വ്യാഖ്യാതാക്കൾ എഴുതി, ഒരു പക്ഷേ മുനാഫിഖിൽപ്പെട്ട ഒരാളായിരിക്കാം അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഉടനെ അതാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഫഖാല ലഹു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, അദ്ദേഹത്തെ കുറിച്ച്, കഅബ ഇബ്നു മാലിക്കിനെ കുറിച്ച് നല്ലത് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഇയാൾ പറഞ്ഞതുപോലെ ആകാൻ ന്യായമില്ല. ഇതുവരെ ഒരു മോശത്തരവും അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ദീക്ഷിച്ചു. ഫബൈനാഹു അലാ ദാലിക റആ റജുലൻ മുബീളാ യസൂലു ബിഹി സറാബ്. അങ്ങനെ നോക്കുമ്പോഴാണ് മരുഭൂമിയിൽ നിന്നൊരു വെള്ള വസ്ത്രം ധരിച്ചാൽ ഒരു മരീചിക പോലെ വരുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, കുൻ അബാ ഖൈസമ, അത് അബൂ ഖൈസമയാവട്ടെ. ഫൈദാ ഹുവ അബൂ ഖൈസമത്തൽ അൻസാരി. വന്നു നോക്കുമ്പോൾ അത് അബൂ ഖൈസമയാണ്. രംഗമിങ്ങനെ കഴിഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലാണ്. കഅബ ഇബ്നു മാലിക് എന്നവരെ അന്വേഷിച്ചു. സംഭാഷണമൊക്കെ കഴിഞ്ഞു. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് മുന്നേറ്റം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുകയാണ്. കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തവജ്ജഹ ഖാഫിലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, മുത്തുനബി തങ്ങൾ വരുമ്പോൾ പോയി എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെട്ടാലോ. എന്തെങ്കിലും ഒപ്പിച്ചു പറയാ. എന്താണ് വരാഞ്ഞത് കഅബയെന്ന് ചോദിക്കുമ്പോ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു, വാഹനമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒപ്പിച്ച് രക്ഷപ്പെട്ടാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെയും ഞാൻ ആലോചിച്ചു, അല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എന്ത് പറയണമെന്ന് പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അവസാനം എനിക്ക് വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്നു, കളവ് പറയാൻ നിൽക്കേണ്ട, സത്യം തന്നെ പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് വന്നു. വകാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞാൽ പള്ളിയിലാണ് ആദ്യം വരിക. അവിടെ 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ജനങ്ങളുടെ മുമ്പിലിരുന്നു. അതാ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത ആളുകൾ ഓരോരുത്തര് വരാൻ തുടങ്ങി. യഅ്തദിറൂന ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ഓരോരുത്തരും ഉപാധികൾ പറഞ്ഞു. വകാനൂ ബിദ്അൻ വസമാനീന റജുലാ, 80-ലേറെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കൽ തേടി അവരങ്ങ് പോയി. ഹത്താ ജിഅ്തു, ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. ഫലമ്മാ സല്ലംതു തബസ്സമ തബസ്സുമൽ മുഗ്ളബി, എന്നെ കണ്ടപ്പോ ദേഷ്യത്തോടെ ഒന്ന് ചിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെല്ലാത്തൊരു വിഷമമുണ്ട്, ആ ദേഷ്യത്തോടെ എന്റെ മുഖത്തൊരു പുഞ്ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. സുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, തആൽ, ഓ പ്രിയമുള്ള കഅബേ വരൂ. ഫജിഅ്തു അംശി ഹത്താ ജലസ്തു ബൈന യദൈ, അല്ലയോ ഹബീബായ തങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി അങ്ങിരുന്നു. തങ്ങൾ ചോദിച്ചു, എന്തേ കഅബേ വരാതിരുന്നത്? നിങ്ങൾക്ക് വാഹനമുണ്ടായിരുന്നില്ലേ? ഉടനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയേ, ലോകത്ത് വേറാരുടെ മുമ്പിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള വാചാലത എന്റെ കയ്യിലുണ്ട് നബിയേ. ലോകത്ത് വേറെ ആരുടെ സന്നിധാനത്തിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലിദ് ദുനിയാ ലറഅയ്തു അന്നി സഖറുജു മിൻ സഖതിഹി ബിഉദ്രിൻ ലഖദ് ഉതീതു ജദലാ. എനിക്ക് നല്ല വാചക കസർത്തുള്ള ആളാണ്. ലോകത്ത് വേറെ ആരുടെ മുമ്പിലാണെങ്കിലും രക്ഷപ്പെടാനുള്ള ഉപായം എന്റെ കയ്യിലുണ്ട്. വലാകിന്നി വല്ലാഹി, പക്ഷേ അല്ലാഹു സാക്ഷി, ലഖദ് അലിംതു ലഇൻ ഹദ്ദസ്തുക അൽയൗമ ഹദീസ കദിബിൻ തർളാ ബിഹി അന്നി, ഇന്നു ഞാൻ അവിടുത്തെ സമക്ഷത്തിൽ കളവ് പറഞ്ഞാൽ നാളെ എനിക്ക് കോപിക്കേണ്ടി വരും, എന്നോട് കോപിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് വെളിച്ചം കിട്ടുന്ന നേതാവാണ്. ഈ കഅബ് ബിൻ മാലിക് ആരാണെന്ന് ഇനി തുടർന്ന് വരുമ്പോ അറിയും. സ്വഹാബത്ത് അന്ധമായി വിശ്വസിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി വായിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. ലോകത്താരുടെ മുമ്പിലാണെങ്കിലും ഇങ്ങനെ ഒരു മുന്നേറ്റം നടന്നിട്ടുണ്ടോ? തബൂക്ക് എന്ന് പറഞ്ഞാൽ കഥയിൽ പറയപ്പെട്ടൊരു സ്ഥലമല്ല, ഇന്നും നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലമാണ് തബൂക്ക്. ആ തബൂക്കിലേക്കുള്ള മുന്നേറ്റം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ, ലോകത്താരുടെ മുമ്പിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള ഉപായം എന്റെ കയ്യിലുണ്ട്. അതേ സമയത്ത് തങ്ങളോട് പറഞ്ഞാൽ അതൊരിക്കലും വിജയിക്കില്ലെന്നറിയാം. എന്നിട്ട് മഹാനവറുകളെ പറയാണ്, യാ റസൂലല്ലാഹ്, വല്ലാഹി മാ കാന ലീ മിൻ ഉദ്രിൻ വല്ലാഹി മാ കുന്തു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻകാ. തങ്ങളെ, എനിക്കൊരു കാരണവും പറയാനില്ല. വരണമെങ്കിൽ വരാൻ പറ്റുന്ന ആളായിരുന്നു, പക്ഷേ സന്ദർഭവശാൽ വരാൻ പറ്റിയില്ല. എനിക്കൊരു കാരണവും ബോധിപ്പിക്കാനില്ല നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ ഫഖും ഹത്താ യഖ്ളിയല്ലാഹു ഫീക. നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ തീരുമാനം പറയാനായിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ കഅബേ. കള്ളം പറഞ്ഞു ഒപ്പിച്ചു പറഞ്ഞവരൊക്കെ തൽക്കാലം മുത്തുനബി തങ്ങൾ എടുക്കുന്ന ഉപാധി